Hello everyone, welcome to a new lesson with Maria's Lytics. Today we are going to discuss KAILASH SATYARTHI's Nobel Peace Prize acceptance speech. This is included in the AEC English paper for second semester literature students under the FYUGP program of University of Calicut, and this lesson includes a summary, analysis, a discussion on the themes, notes, and a discussion on the practicum. So without much ado, let's move on to the lesson. കൈലാഷ് സത്യാർത്ഥി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആദ്യമായിട്ടൊരു ഇന്ത്യൻ ബോൺ ആയിട്ടുള്ള ഇന്ത്യൻ പൗരന് നൊബേൽ പീസ് പ്രൈസ് പല മേഖലകളിൽ കൊടുക്കുന്നുണ്ട്. പീസിന് വേണ്ടിയുള്ള ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പ്രൈസാണ് നൊബേൽ പ്രൈസ് ഫോർ പീസ്. അതാദ്യമായിട്ട് കൈലാഷ് സത്യാർത്ഥിയിലൂടെയാണ് ഒരു ഇന്ത്യൻ ബോൺ ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസന് ഈ ഒരു പ്രൈസ് കിട്ടുന്നത്. സോ ഹി വാസ് ദി സോഷ്യൽ റിഫോമർ ഹു ക്യാമ്പയിൻഡ് അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ആൻഡ് അഡ്വക്കേറ്റഡ് ദി യൂണിവേഴ്സൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. കുട്ടികളെ ബാലവേലക്കെതിരെയുള്ള ക്യാമ്പയിനാണ് കൈലാഷ് സത്യാർത്ഥിയെ ലോക പ്രശസ്തനാക്കിയിട്ടുള്ളത്. ആൻഡ് ഹി വാസ് അഡ്വക്കേറ്റിംഗ് ദി ചിൽഡ്രൻസ് യൂണിവേഴ്സൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. കുട്ടികൾക്ക് എഡ്യൂക്കേഷനുള്ള യൂണിവേഴ്സൽ റൈറ്റിനെയാണ് ഇദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത്. ഹി വാസ് വർക്കിംഗ് നോട്ട് ഓൺലി ഫോർ ഇന്ത്യൻ ചിൽഡ്രൻ, ഫോർ ചിൽഡ്രൻ ഓൾ ഓവർ ദ വേൾഡ്. Okay, so he was born on January 1954 in Vidisha in മധ്യപ്രദേശിലുള്ള വിദിഷ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഇദ്ദേഹം ജനിച്ചത്. ആൻഡ് ഹി ഹാഡ് ബീൻ ആൻ അപ്പർ കാസ്റ്റ് പേഴ്സൺ ആൻഡ് ഹി ആക്ച്വലി ബിലോങ് ടു ദി ശർമ്മ കാസ്റ്റ്. ശർമ്മ എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മിൺ കാസ്റ്റാണ്. പക്ഷേ വൺസ് ഹി ഗെറ്റ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ഗെറ്റ്സ് മെച്യൂർഡ് വ്യൂ പോയിൻറ്റ്സ് അബൌട്ട് കാസ്റ്റിസം ആൻഡ് ഓൾ, ഹി get rid of this casteist name and he take up the name Satyarthi, which means seeker of truth. അങ്ങനെ ശർമ്മ എന്നുള്ള ഈ ഒരു ബ്രാഹ്മിൺ ജാതി പേരിൻ്റെ അദ്ദേഹം ഒഴിവാക്കി കളയുകയും സത്യാർത്ഥി അഥവാ സത്യം അന്വേഷിക്കുന്നവൻ എന്നുള്ള മീനിങ് വരുന്ന സത്യാർത്ഥി എന്നുള്ളൊരു പേര് ഇദ്ദേഹം പേരിനോട് ചേർക്കുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹൗ ഹി ബിക്കം കൈലാഷ് Satyarthi. So he is the founder of multiple social activist organizations including Bachpan Bachao Andolan, Global March Against Child Labor, Global Campaign for Education, Kailash Satyarthi Children's Foundation, Bal Ashram Trust. ഇതെല്ലാം ഇദ്ദേഹം പാർട്ടായിരുന്ന കുറേ ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഇദ്ദേഹം ഹി വാസ് ട്രെയിൻഡ് ആസ് എൻ എൻജിനീയർ. പക്ഷേ എൻജിനീയറുടെ ജോലിയാണ് ഇദ്ദേഹം പഠിച്ചതെങ്കിലും പിന്നീട് അദ്ദേഹം ഒരു കോളേജിൽ ലെക്ചററായിട്ട് വർക്ക് ചെയ്യായിരുന്നെങ്കിലും ആ ജോബൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇദ്ദേഹം ബച്പൻ ബച്ചാവോ ആന്തോളൻ അല്ലെങ്കിൽ സേവ് ചൈൽഡ്ഹുഡ് മൂവ്മെൻറ്റിൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. സോ their team have liberated more than 86,000 children in India from child labor, slavery and trafficking. അപ്പോൾ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോവുകയും അതുപോലെ കൂലിവേല ചെയ്യിപ്പിക്കുകയൊക്കെ ആയിരുന്ന 86,000 കുട്ടികളെ ഇവരുടെ ഒരു ടീം പല മൂവ്മെൻറ്റ്സിലായിട്ട് പല ഓർഗനൈസേഷൻ്റെ കൂടെയുള്ള വർക്കിൽ ഇവർ ലിബറേറ്റ് ചെയ്തിട്ടുണ്ട്. they have given freedom. So in 1998, Satyarthi conceived and led the global march against child labor. 1998 ഗ്ലോബൽ മാർച്ച് അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ അദ്ദേഹം നടത്തുന്നത്. പദയാത്രയായിട്ട് 80,000 കിലോമീറ്റർ ലോങ് മാർച്ച് അക്രോസ് 103 കൺട്രീസ് ടു പുട്ട് ഫോർത്ത് ദ ഗ്ലോബൽ ഡിമാൻഡ് അഗെയിൻസ്റ്റ് വേഴ്സ്റ്റ് ഫോംസ് ഓഫ് ചൈൽഡ് ലേബർ. ലോകത്താകമാനം ഒരുപാട് കുട്ടികൾ ബാലവേലയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അതേസമയം ഈ കുട്ടികളുടെ എഡ്യൂക്കേഷനുള്ള എല്ലാ റൈറ്റും ഡിനൈ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ത്രൂ ഔട്ട് 103 കൺട്രീസ് 103 രാജ്യങ്ങളിലുടനീളം ഇവർ ഈ ഒരു മെസ്സേജുമായിട്ട് മാർച്ച് നടത്തിയിട്ടുണ്ട്. ആൻഡ് ദിസ് ബിക്കെയിം വൺ ഓഫ് ദ ലാർജസ്റ്റ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് എവർ ഓൺ ബിഹാഫ് ഓഫ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ. ഇങ്ങനെ പല ഇടങ്ങളിലും ക്രൂശിതരാകുന്ന എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു മൂവ്മെൻ്റായിട്ട് സത്യാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള ഈ ഓർഗനൈസേഷൻസും വർക്കും മാറുന്നു. So he has served on the board and committee of several international organizations including Center for Victims of Torture USA, International Labor Rights Front, കോക്ക ഇനിഷ്യേറ്റീവ്, ഇതിലെല്ലാം ഇദ്ദേഹം ബോർഡ് മെമ്പറായിട്ട് ഇരുന്നിട്ടുണ്ട്. ആൻഡ് സത്യാർത്ഥി വാസ് എമംഗ് ഫോർച്യൂൺ മാഗസിൻസ് വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ് ഇൻ 2015. ഫോർച്യൂൺ മാഗസിൻ പുറത്തെടുക്കുന്ന
ലോകത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ലീഡേഴ്സിൻ്റെ ലിസ്റ്റിൽ 2015 ഇദ്ദേഹം ഉൾപ്പെടുന്നുണ്ട്. സോ ഹി ഹാസ് ബിക്കം എ വെരി ഫേമസ് ഇന്ത്യൻ about whom we can be proud about. അപ്പോൾ ഇദ്ദേഹത്തിന് നോബൽ പീസ് പ്രൈസ് കിട്ടുന്നത് 2014 ആൻഡ് സത്യാർത്ഥി ലെഡ് എ നാഷൻ വൈഡ് മാർച്ച് ഭാരത് യാത്ര ഇൻ ഇന്ത്യ കവറിംഗ് 19,000 kilometers in 35 days to demand for legislation against child rape and child prostitution. കുട്ടികളെ റേപ്പ് ചെയ്യുന്ന ഇൻസിഡൻസിനും എതിരെയായിട്ടും അതുപോലെ കുട്ടികളെ പ്രോസ്റ്റിറ്റ്യൂഷൻസിന് ലേക്ക് ആ ഒരു പ്രൊഫഷനായിട്ട് അതിലേക്ക് ലീഡ് ചെയ്യുന്നതിനുമൊക്കെ എതിരെ ഭാരത് യാത്ര എന്ന പേരിൽ ഒരു നാഷൻ വൈഡ് മാർച്ച് ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ദെൻ 2014 he was sharing Nobel Peace Prize with Malala Yousafzai. You must be remembering her too. എന്താ പറയുക, താലിബാൻ്റെ കീഴിലെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ സ്വാത്ത് വാലിയിൽ നിന്നുള്ള മലാല യൂസഫ്സായി ഷി വാസ് വർക്കിംഗ് ഫോർ ദ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഡിഗ്നിറ്റി. അപ്പോൾ ഇവർ രണ്ടു പേർക്കും ഒന്നിച്ചാണ് 2014 നൊബേൽ പീസ് പ്രൈസ് കൊടുത്തിട്ടുള്ളത് ഫോർ ദിയർ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ സപ്രഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിൾ ആൻഡ് ഫോർ ദി റൈറ്റ് ഓഫ് ഓൾ ചിൽഡ്രൻ ടു എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത് നൊബേൽ പീസ് കൊടുക്കുമ്പോൾ അവരുടെ കമ്മിറ്റിയുടെ ജഡ്ജ്മെൻറ്റിൽ വന്നിട്ടുള്ള കൊട്ടേഷനാണ് ദീസ് ടു പീപ്പിൾ, that means Satyarthi and Malala got the peace prize for their struggle against the suppression of children and young people and for the right of all children to education. ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന കുട്ടികൾക്കും യങ് ആൾക്കാർക്കും വേണ്ടിയിട്ടും അതുപോലെ കുട്ടികളുടെ എഡ്യൂക്കേഷനും വേണ്ടിയിട്ട് വർക്ക് ചെയ്തതിനാണ് ഇവർക്ക് ഈ ഒരു പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ദെൻ കൈലാഷ് സത്യാർത്ഥീസ് പവർഫുൾ നോബൽ പീസ് പ്രൈസ് ലെക്ചർ ഫ്രം ഓസ്ലോ, നോർവേ on December 2014 stands as the watershed moment in the global fight against child exploitation. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങൾക്കെതിരെയുള്ള കുട്ടികളോടുള്ള ചൂഷണങ്ങൾക്കെതിരെയുള്ള ഗ്ലോബൽ യൂണിവേഴ്സൽ ഫൈറ്റിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റായിട്ട് കൈലാഷ് സത്യാർത്ഥി അന്ന് നടത്തിയ ഓസ്ലോ, നോർവേയിലുള്ള ഓസ്ലോയിൽ വെച്ച് December 2014 നടത്തിയ ആ ഒരു പ്രസംഗം, അതാണ് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദി മൊഡ്യൂൾ 1 ഓഫ് ദ സിലബസ് ആൻഡ് ദ ടൈറ്റിൽ ഓഫ് ദ മൊഡ്യൂൾ ഇസ് ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗ് ലാംഗ്വേജ് ആൻഡ് പെർഫോമൻസ്. സ്പീച്ച് എന്നുള്ളൊരു ആക്ട് എങ്ങനെയാണ് ആളുകളിലേക്ക് അത്രയും ടച്ചിങ് ആയിട്ട് ഒരാളുടെ മനസ്സിലേക്ക് ഒരാളുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു സ്പീച്ച് നടത്താം, അതിനുള്ളൊരു എക്സാമ്പിളായിട്ടാണ് സത്യാർത്ഥിയുടെ ഒരു സ്പീച്ച് വരുന്നത്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ദ തീം ഓഫ് ദ സ്പീച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ കമ്മിങ് ടു ദ പ്രാക്ടിക്കം പാർട്ട് from this lesson, practicum may include making a critical response to the speech by Kailash Satyarthi considering its themes and international standing. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള തീംസിനെ കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ റെസ്പോൺസ് എന്നുള്ളൊരു സിമ്പിൾ വർക്കാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദി സ്പീച്ച് നൗ. സത്യാർത്ഥി ബിഗാൻ ഹിസ് ലെക്ചർ ബൈ അക്നോളജിങ് ദി പ്രൊഫൗണ്ട് ഓണർ ഓഫ് റിസീവിങ് ദ നോബൽ പീസ് പ്രൈസ്. അപ്പോൾ ഈ ഒരു പ്രൈസ് കിട്ടിയതിൻ്റെ ഒരു അഭിമാനവും അതിൻ്റെ കൃതജ്ഞതയും ഷെയർ ചെയ്തിട്ടാണ് ഇദ്ദേഹം തുടങ്ങുന്നത്. ആൻഡ് ഹി ഡെഡിക്കേറ്റഡ് ദ അവാർഡ് ടു ദ ചിൽഡ്രൻ ഹൂ സഫറിങ് ആൻഡ് റെസീലിയൻസ് ഹാഡ് ഇൻസ്പയർഡ് ഹിസ് ലൈഫ് ലോങ് മിഷൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ലോങ് മിഷനായിട്ട് ഇത് മാറുന്നത് തന്നെ ഈ സഫർ ചെയ്യുന്ന, എന്നാൽ ആ സഫറിങ്ങിൽ പോലും പിടിച്ചു നിൽക്കുന്ന ഒരുപാട് കുട്ടികളെ ഇദ്ദേഹം കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തോട് പല രീതിയിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള, മനസ്സിൽ കുത്തുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളെ ഇദ്ദേഹത്തിന് ഓർക്കാനുണ്ട്. അവരുടെ ഒരു സഫറിങ്ങിനോടും റെസീലിയൻസിനോടുമാണ്, സഫറിങ്ങിലേക്കും റെസീലിയൻസിനും വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു പ്രൈസ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. And at the beginning of the lecture, he begins with a prayer from Vedas. And this prayer goes like this. വേദാസിൽ നിന്നുള്ളൊരു പ്രെയറാണ്. ലെറ്റ്സ് വാക്ക് ടുഗെദർ ഇൻ ദ പെർസ്യൂട്ട് ഓഫ് ഗ്ലോബൽ പ്രോഗ്രസ്. നോട്ട് എ സിംഗിൾ പേഴ്സൺ ഷുഡ് ബി ലെഫ്റ്റ് ഔട്ട് or left behind in any corner of the world, from east to west, from south to north. വേദാസിൽ നിന്നുള്ളൊരു പ്രെയറാണിത്. നമുക്ക് ഒന്നിച്ച് നടക്കാം. ഈ ഒരു ഗ്ലോബൽ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട്, പുരോഗതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് നടക്കാം. ഒരൊറ്റ ആൾ പോലും, ഈ ഒരു ലോകത്തിൻ്റെ ഒരു കോണിലുള്ള ഒരൊറ്റ ആൾ പോലും ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് പുറത്തായി പോകരുത്. എല്ലാവർക്കും നീതി കിട്ടണം എന്നുള്ളൊരു മീനിങ് ആണ്. ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ആൻഡ് ഫ്രം സൗത്ത് ടു നോർത്ത്. ആൻഡ് ഹി ഓൾസോ ഓണേർഡ് ഹിസ് ഫെലോ മെയ്റ്റ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ലൈക്ക്
ഇദ്ദേഹത്തിൻ്റെ കൂടെ ടീമിൽ വർക്ക് ചെയ്യുന്ന കാലുകുമാർ, ധൂംദാസ്, ആദർശ് കിഷോർ, ദെൻ പാകിസ്ഥാനി ആയിട്ടുള്ള ഇഖ്ബാൽ മസീഹ് തുടങ്ങിയ ആൾക്കാരെയൊക്കെ ഇവരുടെ ഒരു സുപ്രീം സാക്രിഫൈസിനും അതുപോലെ കുട്ടികളുടെ എന്താ പറയുക ഫ്രീഡം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വർക്കിനും വേണ്ടിയിട്ട് കൂടെ നിന്ന് വർക്ക് ചെയ്ത ഈ ആളുകളെയൊക്കെ ഇദ്ദേഹം അക്നോളജ് ചെയ്യുന്നുണ്ട്. ഹീ ഈസ് ഓൾസോ ഓണറിങ് ദെം അറ്റ് ദിസ് മൊമെൻറ്റ്. ഹി അക്നോളജ്ഡ് മലാല, ഖയാനാത്ത്, ഷാസിയ എക്സെട്ര ഹു വർക്ക്ഡ് ഫോർ ചിൽഡ്രൻ ഗ്ലോബലി. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഗ്ലോബലി കുട്ടികളുടെ റൈറ്റ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇത്രയും ആളുകളെ, മലാലയെ തുടങ്ങിയ ആളുകളെ ഇദ്ദേഹം അക്നോളജ് ചെയ്യുന്നു, അവരെയും കൂടി അംഗീകരിക്കുകയാണ്. ഇവരും ഈ ഒരു എന്താ പറയുക ഒരു മിഷന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടി വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് എന്ന് അദ്ദേഹം അക്നോളജ് ചെയ്യാണ്. സോ സത്യാർത്ഥി ഓപ്പൺഡ് ഹിസ് അഡ്രസ് ബൈ റിഫ്ലെക്റ്റിംഗ് ഓൺ ഹിസ് ചൈൽഡ്ഹുഡ് ഇൻ ഇന്ത്യ വെർ എ ട്രാൻസ്ഫോർമേറ്റീവ് മൊമെൻറ്റ് ഷേപ്ഡ് ഹിസ് ലൈഫ്സ് മിഷൻ. As a young boy, he noticed a child of his age working as a cobbler instead of attending school. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള കുറേ മൊമെൻറ്റ്സാണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇദ്ദേഹം കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള വിഷമുണ്ടാക്കുന്ന ഒരു സീനാണ് ആദ്യം ഇദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത്. മറ്റു കുട്ടികളൊക്കെ ഇദ്ദേഹം സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു കുട്ടി മാത്രം സ്കൂളിൽ പോവാതെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ, കോബ്ലറായിട്ട് വർക്ക് ചെയ്യുന്ന അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ഒരു മൊമെൻറ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്പാർക്ക് ചെയ്യുകയും പിന്നീട് അദ്ദേഹം ഈ കുട്ടിയുടെ അച്ഛനോട് എന്തുകൊണ്ടാണ് മോന് സ്കൂളിൽ പോവാത്തത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം സംഭരിച്ച് ചോദിക്കുമ്പോൾ അച്ഛന് പറയുന്നൊരു മറുപടി ഇദ്ദേഹത്തെ വളരെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ജനിച്ചത് തന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പഠിക്കാനുള്ള റൈറ്റൊന്നും നമുക്കില്ല എന്നുള്ളൊരു മറുപടിയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് ഇദ്ദേഹം ഈ സ്പീച്ചിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ സ്പീച്ചിൻ്റെ മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ്, എല്ലാവരും ടച്ച് ചെയ്തിട്ടുള്ള ആസ്പെക്റ്റ്, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു നറേഷനാണ്. സോ ദ ലെക്ചർ വോവ് ടുഗെദർ പേഴ്സണൽ നെറേറ്റീവ്സ് വിത്ത് ഏർജൻറ്റ് ഗ്ലോബൽ കൺസേൺസ്. വളരെ ഏർജൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ ആക്ഷൻ്റെ ഡിമാൻഡ് ചെയ്യുന്നതിന് കൂടെ പേഴ്സണൽ നെറേറ്റീവ്സിലൂടെ ഇമോഷണലായിട്ടാണ് ഈ ഒരു സ്പീച്ച് അദ്ദേഹം നടത്തുന്നത്. സത്യാർത്ഥി ഷെയർഡ് ഹൗ ഹിസ് ജേർണി ബിഗാൻ വിത്ത് സ്മോൾ ആക്ട്സ് ഓഫ് റെസിസ്റ്റൻസ്, ഇവൻച്വലി ഗ്രോയിങ് ഇൻ ടു ബച്പൻ ബച്ചാവോ ആന്തോളൻ മൂവ്മെൻറ്റ് ദാറ്റ് ഹാസ് ഫ്രീഡ് തൗസൻഡ്സ് ഓഫ് ചിൽഡ്രൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ജേർണി തുടങ്ങിയിട്ടുള്ളത് ചെറിയ ചെറിയ ആക്ട്സ് ഓഫ് റെസിസ്റ്റൻസിലൂടെയാണ്, അല്ലാതെ ഒറ്റയടിക്ക് ആദ്യം തന്നെ ഒരു വലിയ മൂവ്മെൻറ്റിലേക്കല്ല പോയത്. ചെറിയ ആക്ഷൻസിൽ നിന്നും പിന്നീട് അദ്ദേഹം ബച്പൻ ബച്ചാവോ ആന്തോളൻ ഓർ ചൈൽഡ് കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഈ ഒരു സംഘടനയുടെ ഭാഗമാവുന്നു. ആൻഡ് ദെൻ പിന്നീട് അവിടെ നിന്നുള്ള ഒരു ഗ്രോത്താണ് തൗസൻഡ്സ് ഓഫ് ചിൽഡ്രൻ ആർ സേവ്ഡ് ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. Through vivid storytelling, he transported his audience to the front lines of his work, describing encounters with children he rescued from circuses, factories and other forms of bondage. അപ്പോൾ വളരെ എന്താ പറയുക വിവിഡായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ഇദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനെയും ഇദ്ദേഹം മീറ്റ് ചെയ്തിട്ടുള്ള, എൻകൗണ്ടർ ചെയ്തിട്ടുള്ള, കണ്ടുമുട്ടിയിട്ടുള്ള പല കുട്ടികളുടെയും കഥ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. സർക്കസുകളിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുള്ള ഫാക്ടറീസിൽ, അതുപോലെ വളരെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിൽ വെച്ചിട്ട് പല കുട്ടികളും ഇദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾ ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ സത്യാർത്ഥി ഷെയർഡ് ഇമോഷണൽ സ്റ്റോറീസ് ഫ്രം ഹിസ് ഡെക്കേഡ്സ് ഓഫ് വർക്ക്, ഇൻക്ലൂഡിംഗ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു വാസ് റെസ്ക്യൂഡ് ഫ്രം സർക്കസ് സ്ലേവറി, ഹിസ് എൻകൗണ്ടേഴ്സ് വിത്ത് പാരൻസ് ഹു വർ ഫോഴ്സ്ഡ് ടു സെൽ ദെയർ ചിൽഡ്രൻ ആൻഡ് ദ ട്രാൻസ്ഫർമേഷൻ ഹി വിറ്റ്നസ്ഡ് ഇൻ റെസ്ക്യൂഡ് ചിൽഡ്രൻ ഹു റിസീവ്ഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൽ സർക്കസിൽ അടിമയെ പോലെ വർക്ക് ചെയ്യായിരുന്നൊരു പെൺകുട്ടിയുടെ കഥ പറയുന്നുണ്ട്. അതുപോലെ സ്വന്തം കുട്ടിയെ വിൽക്കേണ്ടി വന്ന പാവപ്പെട്ട രക്ഷിതാക്കളുടെ പോവർട്ടിയെക്കുറിച്ച് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരിക്കൽ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉന്നത നിലയിലെത്തിയിട്ടുള്ള a lot of children are there. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോ ഓൾ ടുഗെദർ the narration goes in a very heart touching way. These personal narratives helped illustrate the human dimension of the statistics he cited. അപ്പോൾ ഒരു നോബൽ പീസ് ലെക്ചറാണ് നടക്കുന്നത്. അവിടെ സംസാരിക്കുന്നത് കണക്കുകളാണ്. ഇത്രയധികം ആളുകൾ ഇവർ സേവ് ചെയ്തിട്ടുണ്ട്, ഇവരുടെ മൂവ്മെൻറ്റ്, ഇത്ര കണക്കുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം, ബിക്കോസ് ഹി വാസ് നറേറ്റിംഗ് ദ സ്റ്റോറീസ് ഓഫ് ദീസ് ഇൻഡിവിജ്വൽ ചിൽഡ്രൻ, ഇറ്റ് ബിക്കെയിം എ വെരി പേഴ്സണൽ എക്സ്പീരിയൻസ്. അദ്ദേഹം പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇദ്ദേഹത്തിന് ഇവരുടെയൊക്കെ കഥകൾ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ കോർ മെസ്സേജ് ഓഫ് ഹിസ് ടോക്ക്. ഇദ്ദേഹം എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു തീമാണ്, ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ലോഗനാണ് എവ്രി ചൈൽഡ് മാറ്റേഴ്സ്. ഓരോ കുട്ടിയും പ്രധാനപ്പെട്ടതാണ്. മാറ്റേഴ്സ് മീൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ്.
So the central theme of his lecture was the universal right of children to education and freedom. ലോകത്ത് എമ്പാടുമുള്ള എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷനും സ്വാതന്ത്ര്യത്തിനുമുള്ള റൈറ്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും വർക്ക് ചെയ്യേണ്ടതിൻ്റെ ഏർജൻസിയാണ് ഇദ്ദേഹം ഈ ഒരു സ്പീച്ചിൽ അസേർട്ട് ചെയ്യുന്നത്. സത്യാർത്ഥി എംഫസൈസ്ഡ് ദാറ്റ് ഈച്ച് ചൈൽഡ് റെപ്രസെൻറ്റ്സ് ഹോപ്പ്, പോസിബിലിറ്റി ആൻഡ് പീസ്. ഓരോ കുട്ടിയും പ്രതീക്ഷയുടെയും സാധ്യതകളുടെയും ഒരു സിമ്പിളാണ്. ആൻഡ് ഹി സ്റ്റേറ്റഡ് പവർഫുള്ളി, ആൻഡ് ഐ ഹാവ് ഇൻക്ലൂഡഡ് ദ കൊട്ടേഷൻസ് ഇൻ റെഡ് കളർ. സ്പീച്ചിൽ നിന്നുള്ള കൊട്ടേഷൻസ് ആണ് റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്, സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ടച്ച് ഓഫ് ദി സ്പീച്ച്. ഐ റിഫ്യൂസ് ടു അക്സെപ്റ്റ് ദാറ്റ് ഓൾ the temples and mosques and churches and prayer houses have no place for the dreams of our children. ഇത് എല്ലാത്തരം റിലിജൻസും മുന്നോട്ട് വെക്കുന്നത് കുട്ടികളെ സംരക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ്, കുട്ടികളുടെ ഇന്നസെൻസിനെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഏത് ടെമ്പിളാണോ, മോസ്കാണോ, ചേർച്ചാണോ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് വില കൊടുക്കാത്തത്, അതെല്ലാം ഞാൻ റിഫ്യൂസ് ചെയ്യാണ്. അങ്ങനെയൊരു റിലീജിയൻ എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ. ദാറ്റ് മീൻസ് എല്ലാ റിലീജിയസ് വാല്യൂസിനേക്കാളൊക്കെ മുന്നേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഇടയിലുള്ള കുട്ടികളുടെ റൈറ്റ്സ് ആണ്, വെദർ അവർ ചിൽഡ്രൻ ആർ പ്രൊട്ടക്റ്റഡ്. ദിസ് റിജക്ഷൻ ഓഫ് റിലീജിയസ് ആൻഡ് കൾച്ചറൽ ജസ്റ്റിഫിക്കേഷൻ for child exploitation became a recurring motive throughout his address. ഇങ്ങനെ കുട്ടികളെ സംരക്ഷിക്കാത്ത, അതിന് മുതിരാത്ത ഒന്നിനെയും ഇദ്ദേഹം വില വെക്കുന്നില്ല എന്നുള്ളൊരു മീനിങ് ആണ് ത്രൂ ഔട്ട് ഈ ഒരു സ്പീച്ചിൽ നമുക്ക് കിട്ടുന്നത്. ആൻഡ് അഗൈൻ I refuse to accept that the shackles of slavery can ever be stronger than the quest for freedom. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും എന്താ പറയുക, സ്വാതന്ത്ര്യത്തിനോടുള്ള ഒരു ദാഹം ഉണ്ടെങ്കിൽ വിൽ ബി ഏബിൾ ടു ബ്രേക്ക് ഫ്രീ ഓഫ് ഓൾ ദ ചെയിൻസ്, ഓൾ ദ ഷാക്കിൾസ്. എല്ലാ കടമ്പകളെയും കടന്നിട്ട് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു മീനിങ് ആണ് ഇദ്ദേഹം പറയുന്നത്. ദിസ് പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർസ്കോർഡ് ഹിസ് ബിലീഫ് ഇൻ എവറി ചൈൽഡ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഫ്രീഡം ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കുട്ടികളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൈറ്റ് ടു ഫ്രീഡം ആൻഡ് എഡ്യൂക്കേഷൻ ഇദ്ദേഹം അസേർട്ട് ചെയ്യാണ്. ആൻഡ് അഗൈൻ ദ സിംഗിൾ എയിം ഓഫ് മൈ ലൈഫ് ഇസ് ദാറ്റ് എവറി ചൈൽഡ് ഇസ് ഫ്രീ ടു ബി എ ചൈൽഡ്, ഫ്രീ ടു ഗ്രോ ആൻഡ് ഡെവലപ്പ്, ഫ്രീ ടു ഈറ്റ്, ഫ്രീ ടു സ്ലീപ്പ്, see daylight, free to laugh and cry, free to play and learn, free to go to school, and above all free to dream. ഇദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഓഫ് യൂണിവേഴ്സൽ ചൈൽഡ് റൈറ്റ്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു എയിമാണ് ഇവിടെ കാണുന്നത്. ഓരോ കുട്ടിയും കുട്ടിയായിരിക്കാനും അതുപോലെ കുട്ടിയായി വളരാനും ഡെവലപ്പ് ചെയ്യാനും ഓരോ കുട്ടിയുടെയും എല്ലാ അവകാശങ്ങളും, ചിരിക്കാനും കരയാനും പഠിക്കാനും കളിക്കാനും തുടങ്ങി സ്കൂളിൽ പോകാനും തുടങ്ങി ഈവൻ സ്വപ്നം കാണാനുമുള്ള അവകാശം ഓരോ കുട്ടിക്കും ഉണ്ട് എന്നുള്ളത് ഇദ്ദേഹം വീണ്ടും അസേർട്ട് ചെയ്തിട്ട് ഈ ഒരു വെന്യൂവിൽ പറയുകയാണ്. ഓക്കെ, സോ ദാറ്റ് വെന്യൂ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദി ഗ്ലോബൽ ക്രൈസിസ് ഓഫ് ചൈൽഡ് ലേബർ. പിന്നെ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു തീം ചൈൽഡ് ലേബറിൻ്റെ ഒരു ക്രൈസിസാണ്. കുട്ടികൾ ഇത്രയധികം എക്സ്പ്ലോയിറ്റഡ് ആവാനുള്ള കാരണം കുട്ടികളെ ജോലി സ്ഥലങ്ങളിൽ കുറഞ്ഞ ക്യാഷിന് ജോലി സ്ഥലങ്ങളിൽ കുട്ടികളെ ഏർപ്പെടുത്താം എന്നുള്ള ഒരു സാധ്യത കൊണ്ട് മാത്രമാണ്. സോ ചൈൽഡ് ലേബർ ഇസ് ദ ഗ്രേറ്റസ്റ്റ് problem. He explained that when children work instead of learning, they remain trapped in cycles of poverty that span generations. ഒരു തലമുറയിൽ, ഒരു ഫാമിലിയിൽ, ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു കുട്ടി ഈ ഒരു ചൈൽഡ് ലേബറിൽ പെട്ടു പോകുമ്പം അവരുടെ ഒരു ജനറേഷൻ തന്നെ നന്നാവാനുള്ള എല്ലാ പോസിബിലിറ്റിയും അവിടെ ഇല്ലാതാവുകയാണ്. കാരണം ആ കുട്ടിക്ക് അതോടുകൂടി സ്കൂളിൽ പോകാൻ പറ്റാതാവുന്നു, എഡ്യൂക്കേഷൻ കിട്ടാതാവുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫാമിലിയിലുള്ള പോവേർട്ടിയുടെ സൈക്കിൾ, പട്ടിണിയുടെ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ജനറേഷനിലേക്കും അത് പാസ് ചെയ്യാണ്. ഒരു കുട്ടിയും ഒരു ഫാമിലിയിൽ നിന്ന് എഡ്യൂക്കേഷൻ നേടാതിരിക്കുമ്പോൾ ദർ ഇസ് നോ ചാൻസ്, ദർ ഇസ് നോ ഹോപ്പ് ഓഫ് എംപവർമെൻറ്റ്. അവിടെ നിന്നുള്ളൊരു പ്രോഗ്രസ്, എക്കണോമിക് ഒരു പ്രോഗ്രസിൻ്റെ എല്ലാ വഴിയും അവിടെ അടയാണ്. സോ ദിസ് എക്കണോമിക് ആർഗ്യുമെൻറ്റ് സ്ട്രെങ്തൻഡ് ഹിസ് മോറൽ കേസ് ഫോർ എൻഡിങ് ചൈൽഡ് ലേബർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നം എക്കണോമിക്കാണ്, അതിനെയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത്. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആർഗ്യുമെൻറ്റിലുള്ള മോറൽ പോയിൻറ്റ്. ദെൻ ഇൻ അഡ്രസ്സിങ് ദി എക്കണോമിക് ഡയമെൻഷൻസ് ഓഫ് ചൈൽഡ് ലേബർ, സത്യാർത്ഥി പ്രസൻറ്റഡ് എ കമ്പലിംഗ് അനാലിസിസ് ഓഫ് ഹൗ എക്സ്പ്ലോയിറ്റേഷൻ പെർപച്വേറ്റ്സ് പോവർട്ടി. എങ്ങനെയാണ് ഈ ഒരു ചൂഷണം, കുട്ടികളുള്ള ചൂഷണം എങ്ങനെയാണ് അത് പോവർട്ടി നിലനിർത്തി പോരുന്നത്, പോവർട്ടി നിലനിർത്താനുള്ള ഒരു സിസ്റ്റമായിട്ട് ചൈൽഡ് ലേബർ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. മില്യൺസ് ഓഫ് ചിൽഡ്രൻ ആർ
trapped in various forms of slavery. ലോകത്താകമാനം മില്യൺ കണക്കിന് കുട്ടികൾ ഈ ഒരു അടിമത്തത്തിൽ പെട്ട് കിടക്കുകയാണ്. ദ ഇക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് ചൈൽഡ് ലേബർ ഓൺ ഡെവലപ്പിംഗ് നേഷൻസ്. വളർന്നു വരുന്ന രാജ്യങ്ങൾക്ക്, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഈ ഒരു ചൈൽഡ് ലേബർ കൊണ്ടുണ്ടാവുന്ന നാശങ്ങൾ വളരെ വലുതാണ്. കാരണം ഹോൾ ജനറേഷൻ ഇസ് സ്റ്റേയിങ് വെർ ഇറ്റ് ഇസ്. ഒരിക്കലും ഒരു പുരോഗതി ഇല്ലാതെ അവിടെ തന്നെ നിലനിന്ന് പോവുകയാണ്. ദ സൈക്ലിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോവർട്ടി ആൻഡ് ചൈൽഡ് ലേബർ. പോവർട്ടിയെ നിലനിർത്തുന്നത് ചൈൽഡ് ലേബറും ചൈൽഡ് ലേബറിനെ അല്ലെങ്കിൽ ബാലവേലയെ നിലനിർത്തുന്നത് പട്ടിണിയുമാണ്. അത് ഇങ്ങനെ ഒരിക്കലും നിലക്കാത്ത ഒരു വിഷ്യസ് സർക്കിളായിട്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹി എംഫസൈസ്ഡ് ഹൗ ചൈൽഡ് ലേബർ പെർപച്വേറ്റ്സ് പോവർട്ടി ബൈ ഡിനൈയിങ് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ദ പവർ ഓഫ് യൂത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. ഇതാണ് അദ്ദേഹം അടുത്ത് പറയുന്ന പോയിൻറ്റ്. എഡ്യൂക്കേഷൻ എമർജ്ഡ് ആസ് ദ സെൻട്രൽ തീം ഇൻ ഹിസ് സ്പീച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഈ ഒരു സൈക്കിള്, ഈ ഒരു നിലക്കാത്ത ഈ ഒരു കറക്കം നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ അറ്റ് സം പോയിൻറ്റ് സംബഡി ഹാസ് ടു ഇൻ്റർവീൻ ആൻഡ് ഗിവ് എഡ്യൂക്കേഷൻ ടു ദ ചൈൽഡ്. ആരെങ്കിലും ഇടപെട്ടിട്ട് ഈ കുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ മാത്രമാണ് ആ ഒരു സൈക്കിൾ അവിടെ നിൽക്കുന്നുള്ളൂ. സോ സത്യാർത്ഥി സ്ട്രെസ്ഡ് ദാറ്റ് എഡ്യൂക്കേഷൻ സെർവ്സ് ബോത്ത് എസ് എ പ്രിവെൻറ്റീവ് മെഷർ ആൻഡ് എസ് എ ട്രാൻസ്ഫോർമേറ്റീവ് പവർ. അപ്പോൾ എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളതാണ് കുട്ടികൾ ഈ ഒരു എന്താ പറയുക പോവർട്ടിയുടെ സൈക്കിളിൽ അത് ബാലവേല എന്നേക്കുമായിട്ട് നിന്നു പോകാനുള്ള ഒരു പ്രിവെൻറ്റീവ് മെഷറും അതാണ്. അതുപോലെ അതിനെ മാറ്റി അവരുടെ ലൈഫെ മാറ്റിമറിക്കാനുള്ള പവറും എഡ്യൂക്കേഷൻ ഉണ്ട്. ഷെയറിങ് സ്റ്റോറീസ് ഓഫ് റെസ്ക്യൂഡ് ചിൽഡ്രൻ ഹു വെൻറ്റ് ഓൺ ടു അച്ചീവ് റിമാർക്കബിൾ സക്സസ്. ഒരുപാട് കുട്ടികൾ വിദ്യാഭ്യാസം നേടി ഉന്നത നിലയിലെത്തിയ കുട്ടികളെ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ദെൻ ഹീ സ്പോക്ക് അബൌട്ട് ബച്പൻ ബച്ചാവോ ആൻഡ് തോളൻ ഓർ സേവ് ദ ചൈൽഡ്ഹുഡ് മൂവ്മെൻറ്റ് വിച്ച് ഹാസ് ഫ്രീ തൗസൻഡ്സ് ഓഫ് ചിൽഡ്രൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ഈ ഒരു ബച്പൻ ബച്ചാവോ ആൻഡ് തോളൻ എന്നുള്ള ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് നടക്കുന്നതും യൂത്താണ്. അപ്പോൾ യൂത്തിൻ്റെ ഒരു പവറാണ് ഇത് കാണിക്കുന്നത്. Satyarthi portrayed it not merely as a right but as a powerful tool for transformation. He shared stories of rescued children who, once given educational opportunities, blossomed into advocates for change in their communities. ഇങ്ങനെ വിദ്യാഭ്യാസം കിട്ടിയ ചൈൽഡ് ലേബറിൽ ഏർപ്പെട്ടിരുന്ന അവിടുന്ന് രക്ഷപ്പെടുത്തിയ കുട്ടികൾ വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ അവർ തന്നെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും വലിയ ചേഞ്ച് കൊണ്ടുവരുന്ന അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. സോ ദീസ് നെറേറ്റീവ്സ് ഡെമോൺസ്ട്രേറ്റഡ് ഹൗ എഡ്യൂക്കേഷൻ സെർവ്സ് ആസ് ബോത്ത് എ ഷീൽഡ് ആൻഡ് സോർഡ് ഇൻ ദ ബാറ്റിൽ അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു പരിചയവുമാണ്, അതേസമയം ഒരു വാളുമാണ്. അപ്പോൾ എല്ലാ ഇനിക്വാളിറ്റീസിനും എഗെയിൻസ്റ്റ് ഉള്ള ഫൈറ്റിൽ, എസ്പെഷ്യലി ബാലവേലക്കെതിരെയുള്ള ഫൈറ്റിൽ എഡ്യൂക്കേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഹി described education as not just learning but a matter of identity and dignity, a matter of self-respect. എഡ്യൂക്കേഷൻ കിട്ടുമ്പോൾ മാത്രമാണ് കുട്ടികളിൽ ഒരു സ്വന്തമായ വ്യക്തിത്വവും അവരുടെ ഒരു സെൽഫ് റെസ്പെക്റ്റും ഒക്കെ വളർന്നു വരുന്നത്. അപ്പോൾ അതിലൂടെയാണ് അവർക്ക് എംപവർമെൻറ്റ് വരുന്നതും. ആൻഡ് നൗ ദ റോൾ ഓഫ് കമ്പാഷൻ ഇൻ ദ ലൈറ്റ് ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസസ്. അടുത്ത അദ്ദേഹം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു സ്പീച്ചിൽ അസേർട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ റോൾ ഓഫ് കമ്പാഷൻ. നമുക്ക് അനുകമ്പ എന്ന് പറയുന്ന ഒരു ഫീല് മറ്റുള്ളവരോട് ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയാണ്. അത് വെറും ഒരു ഒരു ഫോർമലായിട്ടുള്ള ഒരു കമ്പാഷൻ ആയിട്ടല്ല, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഹൃദയത്തിൽ നിന്നും വരേണ്ട, എന്നിട്ട് ഇത് ഗ്ലോബലൈസ് ചെയ്യപ്പെടേണ്ട ഒരു കമ്പാഷനെയാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്. സോ എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദ ലെക്ചർ ഫോക്കസ്ഡ് ഓൺ കമ്പാഷൻ ആസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ സോഷ്യൽ ചേഞ്ച്. സോഷ്യൽ ചേഞ്ചിനുള്ള, സമൂഹത്തിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ എല്ലാവരിലും കമ്പാഷൻ ഉണ്ടാവേണ്ട ആവശ്യകതയാണ് ഇദ്ദേഹം പറയുന്നത്. ഹി ആർഗ്യൂഡ് ദാറ്റ് സസ്റ്റൈനബിൾ പീസ്, എന്നും നിലനിൽക്കുന്ന ഒരു സമാധാനമുള്ള അന്തരീക്ഷം ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ കുട്ടികളെ കണ്ടറിഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരെ നേർച്ചർ ചെയ്യുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്യണം. സോ ഹി റെക്കഗ്നൈസ്ഡ് വൺ സീരിയസ് ഡിസ്കണക്റ്റ് ഇൻ ദ ഗ്ലോബൽ വില്ലേജ് ആൻഡ് ഇറ്റ് ഇസ് ദി ലാക്ക് ഓഫ് കമ്പാഷൻ. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ലോകത്തിൻ്റെ ഏത് മൂലയിൽ കിടക്കുന്ന ആളും നമ്മളും തമ്മിൽ കണക്റ്റഡ് ആണ്. വി ഹാവ് എ ലോട്ട് ഓഫ് ടെക്നോളജിക്കൽ ഇൻവെൻഷൻസ് ആൻഡ് മീഡിയ, സോഷ്യൽ മീഡിയ, എവറിഥിങ്. ഇതൊക്കെയുള്ള കാലത്തും നമ്മളുടെ എല്ലാവരുടെയും ഇടയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കണക്റ്റിംഗ് എലമെൻ്റ് ഉണ്ട്, തമ്മിൽ ഭിന്നിപ്പിച്ച് നിർത്തുന്ന ഒരു എലമെൻ്റ് ഉണ്ട് ഇൻ ദി ഗ്ലോബൽ വില്ലേജ്, ആൻഡ് ഇറ്റ് ഈസ് ദി ലാക്ക് ഓഫ് കമ്പാഷൻ. അപ്പുറത്തുള്ള മനുഷ്യനോടുള്ള ഹൃദയത്തിൽ തട്ടിയുള്ള അനുകമ്പ ഇല്ലാതിരിക്കുക, കമ്പാഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും ഡിസ്കണക്റ്റ് ചെയ്യുന്ന ഒരേ ഒരു എലമെൻറ്റ് എന്നാണ് ഇദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പറയുന്നത്. ഹിസ് കൺക്ലൂഷൻ
therefore is a call for compassion on a global scale. അപ്പോൾ ഒരു ഗ്ലോബൽ ലെവലിൽ കമ്പാഷനേറ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി വളർന്നു വരേണ്ട ആവശ്യകതയാണ് ഇദ്ദേഹം പറയുന്നത്. ഐ മീൻ ഇൻക്ലൂഡിങ് ദ കൊട്ടേഷൻ, let us inculcate and transform the individual's compassion into a global movement. ഒരാളിൽ ഉള്ളിലുള്ള അനുകമ്പ നമുക്കൊരു ഗ്ലോബൽ മൂവ്മെൻ്റ് ആയിട്ട് മാറിയാലാണ് ഒരു കളക്റ്റീവ് ആക്ഷൻ ഉണ്ടാവുള്ളൂ. സോ ലെറ്റ് us globalize compassion. This is his slogan. Let us globalize compassion. അപ്പോൾ എന്താണ് ഈ ഗ്ലോബലൈസ് എന്ന് പറയുമ്പോൾ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഫാമിലി സറൗണ്ടിങ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വില്ലേജിലുള്ള കുട്ടികളോട് നമുക്ക് അനുകമ്പ ഉണ്ടാവും, ആൻഡ് വി മേ ബി ഹെൽപ്പിംഗ് ദം. But it is not enough. You should feel for all the children who are exploited all over the world just the same way as you feel for your child maybe. നിങ്ങളുടെ കുട്ടിയോട് നിങ്ങൾക്ക് തോന്നുന്ന അതേ അനുകമ്പ ലോകത്താകമാനമുള്ള എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള കുട്ടികളോട് നിങ്ങൾക്ക് തോന്നുമ്പോഴാണ് എന്താ പറയുക, നമ്മൾ യൂണിവേഴ്സലൈസിങ് അല്ലെങ്കിൽ ഗ്ലോബലൈസിങ് കമ്പാഷൻ എന്നുള്ളൊരു മീനിങ് വരുന്നത്. സോ ഇറ്റ്സ് നോട്ട് എ പാസീവ് കമ്പാഷൻ, പേരിന് വേണ്ടിയിട്ടുള്ളൊരു കമ്പാഷൻ അല്ല, ബട്ട് ഇറ്റ്സ് ട്രാൻസ്ഫോർമേറ്റീവ് കമ്പാഷൻ ദാറ്റ് ലീഡ്സ് ടു ജസ്റ്റിസ്, ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം. വളരെ കൃത്യമായിട്ട് ബേസിക് ലെവലിൽ ഇക്വാളിറ്റിയും ഫ്രീഡവും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ എവറി ഇൻഡിവിജ്വൽ ഷുഡ് ബി കമ്പാഷനേറ്റ് ഇൻ ദി വെരി റിയൽ വേ ഓർ സിൻസിയർ വേ, ആൻഡ് ഇറ്റ് വിൽ ട്രാൻസ്ഫോം ദി സൊസൈറ്റി. അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും സമൂഹത്തെ മാറ്റിമറിക്കുന്നത്. സോ ഹി ആർഗ്യൂഡ് ദാറ്റ് സസ്റ്റൈനബിൾ പീസ് റിക്വയേഴ്സ് മോർ ദാൻ പോളിസി ചേഞ്ചസ്. ഇറ്റ് ഡിമാൻഡ്സ് ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ് ഇൻ ഹൗ സൊസൈറ്റീസ് വാല്യൂ ആൻഡ് പ്രൊട്ടക്റ്റ് ദെയർ ചിൽഡ്രൻ. അപ്പോൾ കുറേ അധികം പോളിസീസ് ഉണ്ടാക്കും ഗവൺമെൻറ്റ്സ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിനൊക്കെ അപ്പുറത്ത് വളരെ ബേസിക്കായിട്ട് നമ്മുടെ സൊസൈറ്റിയുടെ മൊത്തത്തിൽ കുട്ടികളുടെ സുരക്ഷയോടും അവരുടെ ഡിഗ്നിറ്റിയോടും ഉള്ള ഒരു അനുകമ്പ അത് ക്ലിയർ ആയിട്ട് ഉണ്ടായി വന്നാൽ മാത്രമേ ബേസിക് ലെവലിൽ ചേഞ്ചസ് വരുള്ളൂ എന്നാണ് അദ്ദേഹം അസേർട്ട് ചെയ്ത് ഫോഴ്സ്ഫുള്ളായിട്ട് പറയുന്നത്. ആൻഡ് ഓൺ ടേണിങ് എംപതി ഇൻ ടു ആക്ഷൻ, സത്യാർത്ഥി ഡിക്ലെയേഴ്സ്. സോ എംപതി എന്നുള്ളത് സഹാനുഭൂതി എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ്. സോ എംപതി ആയിട്ടുള്ള എല്ലാവരിലും ഉണ്ടാവുന്ന സഹാനുഭൂതി, എംപതി ആക്ഷനിലേക്ക് വരണം, അപ്പോഴാണ് മാറ്റം ഉണ്ടാവുള്ളൂ. സോ ഐ എം കോട്ടിങ് ഹിസ് വേർഡ്സ്. Whose children are they who stitch footballs yet have never played with one? ഒരുപാട് ഫാക്ടറികളിൽ ഫുട്ബോൾസ് സ്റ്റിച്ച് ചെയ്യുന്നത് കുട്ടികളാണ്, പക്ഷേ അവരൊരിക്കലും ഒരു ഫുട്ബോൾ കൊണ്ട് കളിച്ചിട്ടുണ്ടാവില്ല. They are our children. Whose children are they who mine stones and minerals? പല ഖനികളിലും ഫാക്ടറികളിലും വർക്ക് ചെയ്യുന്നത് കുട്ടികളാണ്. ഇവരെല്ലാം നമ്മുടെയും കുട്ടികളാണ്. Whose children are they who harvest cocoa yet do not know the taste of chocolate? കൊക്കോ പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ബട്ട് ദേ ഹാവൻറ്റ് യെറ്റ് ടേസ്റ്റഡ് ചോക്ലേറ്റ്. സോ ദേ ആർ ഓൾ അവർ ചിൽഡ്രൻ. അങ്ങനെ ലോകത്താകമാനം കഷ്ടപ്പെടുന്ന കുട്ടികൾ നമ്മുടെ കുട്ടികളായിട്ട് മാറുമ്പോഴാണ് ഈ ഒരു ആക്ഷൻ പോസിബിൾ ആവുന്നത്. ആൻഡ് ദെൻ ദർസ് എ കോൾ ഫോർ അർജൻറ്റ് ആക്ഷൻ. പിന്നെ ഒരു സെക്ഷനിൽ ഇദ്ദേഹം സ്പീച്ചിൽ അസേർട്ട് ചെയ്യുന്നത് അർജൻ്റ് ആയിട്ടുള്ള ആക്ഷനാണ് അത്യാവശ്യം എന്നുള്ളതാണ്. സോ ലുക്കിംഗ് ടുവേർഡ്സ് സൊല്യൂഷൻസ്, സത്യാർത്ഥി ഔട്ട്ലൈൻഡ് എ കോംപ്രഹെൻസീവ് അപ്രോച്ച് ഇൻവോൾവിങ് മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഒരുപാട് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയ കുറേ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇദ്ദേഹം കൃത്യമായിട്ട് എടുത്ത് പറയുന്നു. ഒന്ന്, ഗവൺമെൻറ്റ്സിനോട് ഇദ്ദേഹം പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ടു പ്രയോറിറ്റൈസ് ചിൽഡ്രൻ ഇൻ ദെയർ പോളിസീസ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുട്ടികളെ പ്രയോറിറ്റൈസ് ചെയ്യണം. രണ്ടാമത്, ഹി ഈസ് അർജിങ് ബിസിനസ് men to ensure child labor free supply chains. ബിസിനസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ, ബിസിനസ് കൊണ്ട് നടക്കുന്ന ആൾക്കാർ, അവരുടെ ഒരു വർക്കിൻ്റെ ഇടയിലും ഒരു കുട്ടിയും അതിൽ ലേബറിൽ ഇടപെടരുത് എന്നുള്ള വളരെ എത്തിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കണം എന്നുള്ളതാണ്. ഒരു സപ്ലൈ ലൈനിലും വർക്ക് ഫോഴ്സിലും കുട്ടികൾ ഉണ്ടാവരുത് എന്ന് ബിസിനസ് നടത്തുന്ന ആൾക്കാർ, ഇൻഡസ്ട്രിയലിസ്റ്റ് തീരുമാനിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഇദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഹിസ് എൻകറേജിങ് കൺസ്യൂമേഴ്സ് ടു ഡിമാൻഡ് എത്തിക്കൽ പ്രോഡക്ട്സ്. ഇനി ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ റിസീവിങ് എൻഡിലുള്ള കൺസ്യൂമേഴ്സ് ചെയ്യേണ്ടത്, ഇത് വാങ്ങി ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഓരോ പ്രോഡക്റ്റും നോക്കിയിട്ട് ഇതിൽ കുട്ടികളുടെ ലേബർ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ കൺസ്യൂമേഴ്സും കുറച്ചും കൂടെ എത്തിക്കലി ഡിമാൻഡിങ് ആയിട്ട് മാറണം. നമ്മുടെ ഡിമാൻഡ്സ് അതിൽ ചൈൽഡ് ലേബർ ഇൻവോൾവ് അല്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 3
പ്രൊപ്പോസിഷൻസാണ് അദ്ദേഹം സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വെക്കുന്നത്. സോ ദീസ് പ്രാക്ടിക്കൽ സജഷൻസ് ട്രാൻസ്ഫോംഡ് ഹിസ് മോറൽ ആർഗ്യുമെൻറ്റ്സ് ഇൻ ടു ആക്ഷനബിൾ സ്റ്റെപ്സ്. അപ്പോൾ ഇതുവരെ പറഞ്ഞു വന്ന പ്രശ്നങ്ങളുടെ പരിഹാരം ആക്ഷനിലേക്ക് വരേണ്ടത് ഈ ഒരു ലെവലിലാണ് എന്നാണ്. സോ അഡ്രസ്സിങ് ബിസിനസ് എത്തിക്സ് ഹി അർജ്ഡ്, ലെറ്റ് us democratize knowledge, let us universalize justice, together let us globalize compassion. അപ്പോൾ നോളജിനെ ഡെമോക്രാറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ മുക്കിലും മൂലയിലുമുള്ള കുട്ടികൾക്കും ഏത് സാഹചര്യങ്ങളിലെ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ എത്തുക എന്നുള്ളതാണ് നോളജ് ഡെമോക്രാറ്റൈസ് ചെയ്യുന്നത്. ദെൻ അതിലൂടെ മാത്രമാണ് നീതി, ജസ്റ്റിസ് എന്നുള്ള കോൺസെപ്റ്റ് എല്ലാവരിലേക്കും എത്തുകയുള്ളൂ. ആൻഡ് ദെൻ ഇറ്റ് വിൽ ബിക്കം ഗ്ലോബലൈസിങ് കമ്പാഷൻ. അപ്പോൾ ഇതെല്ലാം പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പാഷൻ, അനുകമ്പ എന്നുള്ളത് ലോകത്താകമാനമുള്ള എല്ലാ കുട്ടികളിലേക്കും നമ്മൾ സ്പ്രെഡ് ചെയ്യണം, അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഗ്ലോബലൈസിങ് കമ്പാഷൻ. സോ ദിസ് കോൾ എംഫസൈസ് ദ നീഡ് ഫോർ എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസ് ആൻഡ് കോൺഷ്യസ് കൺസ്യൂമറിസം. അപ്പോൾ കൺസ്യൂമർ എന്നുള്ള നിലയിൽ, ഉപഭോക്താവ് അല്ലെങ്കിൽ സാധനം വാങ്ങുന്ന എന്നുള്ള നിലയിൽ നമുക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സെല്ല് ചെയ്യുന്ന ആൾക്കാർക്ക്, ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ആസ്പെക്ട് ഓഫ് ഹിസ് ലെക്ചർ വാസ് ഹിസ് ബ്ലെൻഡിങ് ഓഫ് ഏർജൻസി ആൻഡ് ഹോപ്പ്. അപ്പോൾ ഇദ്ദേഹം വളരെ ഇമോഷണലായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് ഈ ഒരു ആക്ഷൻ്റെ ഏർജൻസി, അത്യാവശ്യവും അദ്ദേഹം അവിടെ അസേർട്ട് ചെയ്ത് പറയുന്നുണ്ട്. വൈൽ അക്നോളജിങ് ദ ഇനോമസ് സ്കെയിൽ ഓഫ് ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ, സത്യാർത്ഥി മെയിൻറ്റെയിൻ ദാറ്റ് ചേഞ്ച് ഇസ് പോസിബിൾ വിതിൻ അവർ ലൈഫ് ടൈം. അപ്പോൾ ഇത്രയും ഇനോമസ് ആയിട്ട് ഹ്യൂജ് ലെവലിൽ ഒരുപാട് കുട്ടികൾ, മില്യൺസ് ഓഫ് സ്റ്റുഡൻസ് എക്സ്പ്ലോയിറ്റഡ് ആണെങ്കിലും ഒരാളുടെ ലൈഫ് ടൈമിൽ തന്നെ ചേഞ്ച് ഉണ്ടാക്കൽ പോസിബിൾ ആണ് എന്നാണ് സത്യാർത്ഥി സ്വന്തം ലൈഫിലൂടെ കാണിക്കുന്നത്. സോ ഹീ സപ്പോർട്ടഡ് ദിസ് ഓപ്റ്റിമിസം വിത്ത് എവിഡൻസ് ഫ്രം ഹിസ് ഓൺ വർക്ക്, ഷോയിങ് ഹൗ ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻസ് ക്യാൻ ക്രിയേറ്റ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ്. അപ്പോൾ സ്വന്തം ലൈഫിൽ നിന്ന് അദ്ദേഹം കാണിക്കുന്നത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെൻഷൻസ്, ഇടപെടലുകൾ. ഈ ഇൻ്റർവെൻഷൻസ് എന്നുള്ള വേർഡ് ഈ ഒരു സിലബസിലുടനീളം നമുക്ക് വരുന്നതാണ്. നമ്മുടെ ഇടപെടലുകളിൽ എങ്ങനെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത്. സോ ഇൻ്റർവെൻഷൻസ് എങ്ങനെ വളരെ നിലനിൽക്കുന്ന തരത്തിലുള്ള ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് സമൂഹത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. സോ ദ ലെക്ചർ കൺക്ലൂഡഡ് വിത്ത് എ പവർഫുൾ വിഷൻ ഓഫ് എ വേൾഡ് വെർ എവറി ചൈൽഡ് ഇസ് ഫ്രീ ടു ബി എ ചൈൽഡ്. കുട്ടിയായിരിക്കുക എന്നുള്ള കുട്ടിയുടെ അവകാശത്തെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വിഷൻ മുന്നോട്ട് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ലെക്ചർ കൺക്ലൂഡ് ചെയ്യുന്നത്. സത്യാർത്ഥി എംഫസൈസ്ഡ് ദാറ്റ് ദിസ് ഗോൾ ഇസ് അച്ചീവബിൾ വിതിൻ അവർ ലൈഫ് ടൈം ഇഫ് ദർ ഇസ് സഫിഷ്യൻറ്റ് ഗ്ലോബൽ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കോപ്പറേഷൻ. നമ്മളൊരു ഗ്ലോബൽ ലെവലിലൊരു കമ്മിറ്റ്മെൻറ്റും അതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളും അവരുടെ കോപ്പറേഷനും ഉണ്ടെങ്കിൽ ഇത് ഒരു ലൈഫ് ടൈമിൽ തന്നെ പോസിബിളാണ് എന്നുള്ളതാണ് ഇദ്ദേഹം അസേർട്ട് ചെയ്യുന്നത്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഇമ്പാക്റ്റ് ഓഫ് ദി ലെക്ചർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ലെക്ചർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അതിൻ്റെ ഒരു പ്രസക്തി എന്താണ്? സോ ദ ലെക്ചേഴ്സ് സിഗ്നിഫിക്കൻസ് എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്, സെർവിങ് ആസ് എ കോംപ്രിഹെൻസീവ് മാനിഫെസ്റ്റോ ഫോർ ചിൽഡ്രൻസ് റൈറ്റ്സ് ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾക്കും മനുഷ്യരുടെ ഇന്നേറ്റ് ആയിട്ടുള്ള റെസ്പെക്റ്റും കൊടുക്കേണ്ട ഒരു കാര്യത്തിലേക്കുള്ള ഒരു മാനിഫെസ്റ്റോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെക്ചറിനെ കാണാം. ആൻഡ് വൺ കൊട്ടേഷൻ ഇസ് ഇൻക്ലൂഡഡ്, ദർ ഇസ് നോ ഗ്രേറ്റർ വയലൻസ് ദാൻ ടു ഡിനൈ ദ ഡ്രീംസ് ഓഫ് അവർ ചിൽഡ്രൻ. കുട്ടികൾക്ക് സ്വപ്നം കാണാനുള്ള അവകാശം ഇല്ലാതാക്കുന്നതിനേക്കാളും വലിയൊരു വയലൻസ് വേറെയില്ല. അപ്പോൾ ഇത് തന്നെ ഇദ്ദേഹം ഒരു എന്താ പറയുക, ഈ സ്റ്റേറ്റ്മെൻറ്റ് സെർവ്സ് ആസ് ബോത്ത് എ ചലഞ്ച് ആൻഡ് എൻ ഇൻസ്പിറേഷൻ ടു കണ്ടിന്യൂ ദ ഫൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ഇതൊരു ഇൻസ്പിറേഷനുമാണ്, ചലഞ്ചുമാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്വപ്നം കാണാനുള്ള അവസരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ദേ മസ്റ്റ് ബി ഫ്രീ, ദേ മസ്റ്റ് ഹാവ് എഡ്യൂക്കേഷൻ, ദേ മസ്റ്റ് ഹാവ് ഫ്രീ ടൈം. ഇതൊക്കെയാണ് ഇവിടെ അസേർട്ട് ചെയ്യുന്നത്. ഇറ്റ് കമ്പൈൻസ് മോറൽ അതോറിറ്റി വിത്ത് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇതിലൊരു മോറൽ പോയിൻ്റ് എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയ ശേഷം പ്രാക്ടിക്കൽ സൊല്യൂഷൻസും ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ദെൻ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതും ഒരു ഗ്ലോബലായിട്ടുള്ളൊരു വിഷൻ, ഒരു എന്താ പറയുക, ഒരു വിഷൻ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആൻഡ് ഏർജൻസി വിത്ത് ഹോപ്പ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നത്. സോ ദർ ഇസ് ഏർജൻസി വിത്ത് ഹോപ്പ്. ഒരു എന്താ പറയുക, ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു പിക്ചറല്ല ഇദ്ദേഹം കാണിക്കുന്നത്. ഇത്രയധികം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇൻഡിവിജ്വൽ ആക്ഷൻ ക്യാൻ ബ്രിങ് ചേഞ്ചസ് എന്നുള്ളതാണ്. ത്രൂ ഔട്ട് ഹിസ് അഡ്രസ് സത്യാർത്ഥി ഡെമോൺസ്ട്രേറ്റഡ് വൈ ദ നോബൽ കമ്മിറ്റി ചോസ് ഹിം ആസ് ലോററ്റ്.
എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് എന്ന് ഇദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഹിസ് ലെക്ചർ doesn't just describe problems, it offered solutions grounded in decades of practical experience. സ്വന്തം ലൈഫ് ലെസൺസിൽ നിന്നുമുള്ള എക്സ്പീരിയൻസും അത് മുന്നോട്ട് വെക്കുന്ന ഒരു ആക്ഷൻ പ്ലാനുമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ ദ സ്പീച്ച് സ്റ്റാൻഡ്സ് ആസ് ബോത്ത് എ ടെസ്റ്റിമണി ടു ഹിസ് വർക്ക് ആൻഡ് ആസ് എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ഫ്യൂച്ചർ ആക്ഷൻ ഇൻ പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻസ് റൈറ്റ്സ്. അപ്പോൾ ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഒരു ടെസ്റ്റിമണിയാണ്, അതിൻ്റെ ഒരു നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു ഏട് പോലെ നമുക്കത് കാണാം. അതേസമയം ഇത് ഫ്യൂച്ചർ ആക്ഷനുള്ള ഒരു കൃത്യം മാർഗരേഖ കൂടിയാണ് ഇദ്ദേഹം ഈ ഒരു ലെക്ചറിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സോ ദിസ് ഇസ് എ പിക്ചർ ഓഫ് Malala and Kailash Satyaarthi walking through that venue. So thank you so much for listening to me.